മജ്ജിമ നികായ 5 അനങ്കണ സൂത്ത്. അങ്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിയിൽ പാപം, അതേപോലെ തന്നെ കളങ്കം എന്നെല്ലാം അർത്ഥം, അല്ലെങ്കിൽ അകുശല ചിത്തം എന്ന് അർത്ഥം. അനങ്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളങ്കമില്ലാത്തത്, പാപമല്ലാത്തത് എന്നാണ് അർത്ഥം. ഈ സൂത്രത്തിൽ 4 തരത്തിലുള്ള വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ 2 വ്യക്തികൾ മനസ്സിൽ കളങ്കമുള്ളവരാണ്, പാപചിന്ത ഉള്ളവരാണ്. ബാക്കി 2 വ്യക്തികൾക്ക് മനസ്സിൽ കളങ്കമില്ല, പാപചിന്തയില്ല. ഇനി മനസ്സിൽ കളങ്കമുള്ള 2 വ്യക്തികളിൽ ഒരാൾക്ക് തൻ്റെ മനസ്സിൽ കളങ്കമുണ്ട് എന്ന് അറിയാം, മറ്റൊരാൾക്ക് തൻ്റെ മനസ്സിൽ കളങ്കം ഉണ്ട് എന്ന് അറിയില്ല. തൻ്റെ മനസ്സിൽ കളങ്കം ഉണ്ട് എന്ന് അറിയാത്ത വ്യക്തിക്കാണ് കൂടുതൽ പ്രശ്നം. മനസ്സിൽ കളങ്കമില്ലാത്ത 2 വ്യക്തികളിൽ ഏതൊരു വ്യക്തി തൻ്റെ മനസ്സിൽ കളങ്കം ഇല്ല എന്ന് അറിയുന്നില്ലയോ ആ വ്യക്തിക്കാണ് കൂടുതൽ പ്രശ്നം. ആ വ്യക്തിയാണ് ഹീനൻ. ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം. ഇപ്പോൾ 2 വ്യക്തികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 2 വ്യക്തികൾ, ഒരാൾ ഹിംസ ചെയ്യുന്ന വ്യക്തിയാണ്, അതായത് പ്രാണികളെ, പശുക്കളെ, ആടിനെ എല്ലാം കൊല്ലുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ കൊല്ലാനുള്ള ആ പാപചിന്തയുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് അത് പാപമാണ് എന്ന് അറിയില്ല. അത് കാരണം ആ വ്യക്തി ജീവിതത്തിൽ പശുക്കളെയും അതേപോലെ തന്നെ ആടിനെയും കോഴിയെയും കൊന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മറ്റൊരു വ്യക്തി, ആ വ്യക്തിക്ക് ഇത് പാപമാണ് എന്ന് അറിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കാൻ പോകുന്ന വ്യക്തി തൻ്റെ മനസ്സിൽ പാപമുണ്ട് എന്ന് അറിയാത്ത വ്യക്തിയാണ്. കാരണം ജീവിതകാലം മുഴുവൻ ആ വ്യക്തി പാപം ചെയ്തുകൊണ്ടേ പോവും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടാൻ പോകുന്നത് ആ പാപമുണ്ട് എന്ന് അറിയാത്ത വ്യക്തിയാണ്. എന്നാൽ മനസ്സിൽ പാപമുണ്ട് എന്ന് അറിയുന്ന വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. അതേപോലെ തന്നെ മനസ്സിൽ ഒട്ടും തന്നെ കളങ്കമില്ലാത്ത 2 വ്യക്തികൾ ഉണ്ട് എന്നറിയുക. ഒരു വ്യക്തിക്ക് തൻ്റെ മനസ്സിൽ കളങ്കം ഇല്ല എന്ന് അറിയാം. ആ വ്യക്തി കുറച്ച് നല്ല വ്യക്തിയാണ്. എന്നാൽ മറ്റൊരു വ്യക്തിക്ക് തൻ്റെ മനസ്സിൽ കളങ്കം ഇല്ല എന്ന് അറിയില്ല. അത് കാരണം ആ വ്യക്തി കുറച്ചുകൂടി ഹീനനാണ്. കാരണം പിന്നീട് ആ വ്യക്തി പുറമേയുള്ള ശുഭവസ്തുക്കളിൽ അല്ലെങ്കിൽ രാഗമുള്ള വസ്തുക്കളിൽ തൻ്റെ മനസ്സ് വെച്ച് തൻ്റെ മനസ്സിൽ രാഗം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ബുദ്ധൻ ശ്രാവസ്തിയിൽ അനാഥപിണ്ഡകൻ്റെ ജേതവനത്തിലെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് സാരിപുത്തൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുമിത്രങ്ങളെ, മിത്രമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. സാരിപുത്തൻ ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, ഈ തരത്തിലുള്ള 4 വ്യക്തികളെ ലോകത്തിൽ കാണാൻ സാധിക്കും. ഏതാണ് ഈ 4 വ്യക്തികൾ? ഒരു വ്യക്തിയുടെ മനസ്സിൽ കളങ്കമുണ്ട്, പക്ഷേ ആ വ്യക്തി തൻ്റെ മനസ്സിൽ കളങ്കം ഉണ്ട് എന്ന് അറിയുന്നില്ല. ഇവിടെ കളങ്കത്തിൻ്റെ പാലി വേർഡ് അങ്കണ എന്നാണ്. എന്നാൽ മനസ്സിൽ കളങ്കമുള്ള മറ്റൊരു വ്യക്തി ശരിക്കും അറിയുന്നു എൻ്റെ മനസ്സിൽ കളങ്കമുണ്ട് എന്ന്. ഇനി കളങ്കമില്ലാത്ത മറ്റൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി തന്നിൽ കളങ്കം ഇല്ല എന്ന് അറിയുന്നില്ല. കളങ്കം ഇല്ലാത്ത മറ്റൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി തന്നിൽ കളങ്കം ഇല്ല എന്ന് ശരിയായിട്ടുള്ള രീതിയിൽ അറിയുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ കളങ്കം ഉള്ള 2 വ്യക്തികളിൽ തന്നിൽ കളങ്കം ഉണ്ട് എന്ന് അറിയാത്ത വ്യക്തിയാണ് ഹീനൻ. എന്നാൽ ഏതൊരു വ്യക്തി തന്നിൽ കളങ്കം ഉണ്ട് എന്ന് അറിയുന്നു ആ വ്യക്തി കുറച്ചുകൂടി നല്ലവനാണ്. ഇനി കളങ്കമില്ലാത്ത 2 വ്യക്തിയെ എടുക്കാം. തന്നിൽ കളങ്കമില്ല എന്ന് അറിയാത്ത വ്യക്തി ഹീനനാണ്. തന്നിൽ കളങ്കം ഇല്ല എന്ന് അറിയുന്ന വ്യക്തി കുറച്ചുകൂടി നല്ലവനാണ്. ഇവിടെ അറിയാത്തവർക്കാണ് ദോഷം. അതായത് തന്നിൽ കളങ്കമുണ്ട് എന്ന് അറിയുന്നില്ല, മറ്റൊരു വ്യക്തി തന്നിൽ കളങ്കം ഇല്ല എന്ന് അറിയുന്നില്ല. ശരിയായിട്ടുള്ള അറിവില്ലായ്മയാണ് ഇവരുടെ 2 പേരുടെയും ഹീനതയ്ക്ക് കാരണം, പ്രശ്നത്തിന് കാരണം. സാരിപുത്തൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാമൊഗ്ഗലാനൻ സാരിപുത്തനോട് ഇങ്ങനെ പറഞ്ഞു: മിത്രമേ സാരിപുത്ത,
എന്താണ് അതിന് കാരണം? എന്തുകൊണ്ടാണ് മനസ്സിൽ കളങ്കമുള്ള രണ്ട് വ്യക്തികളിൽ ഒരു വ്യക്തി മറ്റേ വ്യക്തിയേക്കാളും ഹീനൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതേപോലെ തന്നെ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് കളങ്കമില്ലാത്ത രണ്ട് വ്യക്തികളിൽ ഒരാൾ മറ്റേ വ്യക്തിയേക്കാളും ഹീനൻ എന്ന് പറയുന്നത്? മറ്റൊരാളെ എന്തുകൊണ്ടാണ് കുറച്ചുകൂടി നല്ലവൻ എന്ന് പറയുന്നത്? മിത്രമേ, ഇങ്ങനെ വിചാരിക്കുക, ഒരു വ്യക്തിയുടെ മനസ്സിൽ കളങ്കമുണ്ട്, എന്നാൽ ആ വ്യക്തി അത് അറിയുന്നില്ല. അതിനാൽ ആ കളങ്കത്തെ നീക്കം ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയോ അതിന് പ്രയത്നിക്കുകയോ പരിശ്രമിക്കുകയോ ചെയ്യുകയില്ല. അതുമൂലം ആ വ്യക്തി രാഗദ്വേഷ മോഹത്താൽ മരിക്കും, കളങ്കമുള്ള മനസ്സിനാൽ മരിക്കും. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. എല്ലാ പാപകർമ്മങ്ങളുടെയും മൂലം എന്ന് പറയുന്നത് രാഗദ്വേഷ മോഹമാണ്. രാഗം എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് പ്രിയമുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതിനെയാണ് രാഗം എന്ന് പറയുക. ദ്വേഷം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ചിന്തകൾ, അതിനെല്ലാം നമുക്ക് ദ്വേഷം എന്ന് പറയാം. മോഹം എന്ന് പറയുന്നത് ഈ രാഗം ദ്വേഷം എൻ്റേതാണ് എന്നുള്ള തെറ്റായിട്ടുള്ള കാര്യം, അതിനെയാണ് മോഹം എന്ന് പറയുക. ഇതാണ് എല്ലാ അകുശല ചിന്തകളുടെയും അടിസ്ഥാനം. ഇനി മനസ്സിനെ ഒരു ഓടിൻ്റെ പാത്രത്തോട് ഭഗവാൻ ഉപമിക്കുകയാണ്. ഇവിടെ ബ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഓട്ടുപാത്രം, അങ്ങനെയാണ് അർത്ഥം. ഒരു വ്യക്തി ഒരു കടയിൽ നിന്നും ഒരു ഓടിൻ്റെ പാത്രം വാങ്ങിച്ചു എന്ന് കരുതുക. അതിൽ ധാരാളം കറയുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് അഴുക്ക് പുരണ്ടിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഓട്ടിൻ്റെ പാത്രം വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ഓക്സൈഡിൻ്റെ ഒരു പച്ച കളറുള്ള ക്ലാവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. വാങ്ങിച്ചതിന് ശേഷം ആ വ്യക്തി അതിനെ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല, അതിനെ വൃത്തിയാക്കുന്നില്ല. അതുകൂടാതെ അതിനെ വൃത്തികേടായിട്ടുള്ള ഒരു സ്ഥലത്ത് ആ ഓട്ടുപാത്രത്തെ വയ്ക്കുന്നു. അപ്പോൾ കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രം കൂടുതൽ അഴുക്കാകില്ലേ? അതിൽ കൂടുതൽ കറകൾ പുരളില്ലേ? തീർച്ചയായിട്ടും മിത്രമേ. അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മനസ്സിൽ കളങ്കമുണ്ട്, പക്ഷേ കളങ്കമുണ്ട് എന്ന് ആ വ്യക്തി അറിയുന്നില്ല. അത് അറിയാത്തത് മൂലം ആ കളങ്കം നീക്കം ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയോ പ്രയത്നിക്കുകയോ പരിശ്രമിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. അതുമൂലം ആ വ്യക്തി കറ പുരണ്ട ആ മനസ്സോടു കൂടിയിട്ടായിരിക്കും മരിക്കുക. ഇനി മറ്റേ വ്യക്തിയുടെ കാര്യമെടുക്കുക. ആ വ്യക്തിയുടെ മനസ്സിൽ കളങ്കമുണ്ട്, ആ വ്യക്തി അറിയുന്നു എന്നിൽ കളങ്കമുണ്ട് എന്ന്. അപ്പോൾ ആ കളങ്കത്തെ നീക്കം ചെയ്യാൻ ആയിക്കൊണ്ട് ആ വ്യക്തി എന്നെങ്കിലും ആഗ്രഹിക്കും, പരിശ്രമിക്കും, പ്രയത്നം ചെയ്യും, പുരുഷാർത്ഥം ചെയ്യും എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. അതുമൂലം കളങ്കമില്ലാത്ത, കറയില്ലാത്ത, രാഗദ്വേഷ മോഹങ്ങളില്ലാത്ത ഒരു മനസ്സോടുകൂടിയായിരിക്കും ആ വ്യക്തി മരിക്കുന്നത്. ഉദാഹരണമായിട്ട് കടയിൽ നിന്നോ അല്ലെങ്കിൽ ലോഹങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നോ നമ്മൾ കറ പുരണ്ട, അഴുക്ക് പുരണ്ട ഒരു ഓട്ടിൻ്റെ പാത്രം വാങ്ങിച്ചു എന്ന് കരുതുക. ആ വാങ്ങിച്ചയാൾ അതിനെ ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ വൃത്തിയാക്കി വയ്ക്കുന്നു. അതുകൂടാതെ ഒരിക്കലും വൃത്തികേടായിട്ടുള്ള സ്ഥലത്ത് അതിനെ വയ്ക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സമയം കഴിയുന്തോറും ആ ഓട്ടിൻ്റെ പാത്രം കൂടുതൽ പ്രകാശമാനമാകുകയും കൂടുതൽ വൃത്തിയാകുമല്ലേ ചെയ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും മിത്രമേ. അതുപോലെയാണ് ഈ കാര്യവും. ഒരു വ്യക്തിക്ക് തൻ്റെ മനസ്സിൽ കളങ്കമുണ്ട് എന്ന് അറിയാം. അതുമൂലം ആ വ്യക്തി ഭാവിയിൽ എപ്പോഴെങ്കിലും ആ കളങ്കം നീക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നം, പരിശ്രമം, പുരുഷാർത്ഥം ചെയ്യും എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. അപ്പോൾ അതുമൂലം ആ വ്യക്തി കളങ്കമില്ലാത്ത മനസ്സോടു കൂടിയിട്ടായിരിക്കും മരിക്കുക. അതായത് രാഗദ്വേഷ മോഹങ്ങളില്ലാത്ത മനസ്സോടു കൂടിയായിരിക്കും ആ വ്യക്തി മരിക്കുക. ഇനി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുക. ആ വ്യക്തിയുടെ മനസ്സിൽ കളങ്കമില്ല, എന്നാൽ ആ വ്യക്തി കളങ്കം ഇല്ല എന്ന് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അതുമൂലം എന്നെങ്കിലും ആ വ്യക്തി ശുഭനിമിത്തത്തിൽ
അവൻ്റെ മനസ്സ് കേന്ദ്രീകരിക്കും. അതുമൂലം അവൻ്റെ മനസ്സിൽ രാഗം വന്നു ചേരും. ഇവിടെ ശുഭനിമിത്തം എന്ന് പറയുന്നത് വെളിയിലുള്ള പഞ്ചേന്ദ്രിയ സംബന്ധങ്ങളായിട്ടുള്ള രൂപം, ശബ്ദം, സ്പർശം, രസം, ഗന്ധം എന്നിവയാണ്. അതായത് പ്രിയപ്പെട്ട രൂപം, അതിനെയാണ് ഇവിടെ ശുഭനിമിത്തം എന്ന് പറയുന്നത്. അംഗുത്തരി നികായിൽ നമ്മൾക്ക് ഒരു കാര്യം കാണാവുന്നതാണ്. നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ രാഗം കൊടുക്കുന്ന സംഗതി ശുഭനിമിത്തം തന്നെയാണ്. അതായത് പ്രിയപ്പെട്ട വസ്തു, രാഗമുണർത്തുന്ന വസ്തു. അതേമാതിരി തന്നെ ദ്വേഷം തരുന്നതിൽ ഏറ്റവും പ്രധാനം പടികാനിമിത്തം എന്ന് പറയും. അതായത് ദ്വേഷം തരുന്ന നിമിത്തം. അതുമൂലം അവർ രാഗ, ദ്വേഷ, മോഹ ദൂഷിതമായിട്ടുള്ള കറപുരണ്ട കളങ്കമുള്ള മനസ്സോടു കൂടിയിട്ടായിരിക്കും ആ വ്യക്തി മരിക്കുക. ഇനി വീണ്ടും മനസ്സിനെ ആ ഓട്ടുപാത്രത്തോട് ഉപമ ചെയ്യുകയാണ്. ഇങ്ങനെ വിചാരിക്കുക, ഒരു കടയിൽ നിന്നോ അല്ലെങ്കിൽ ലോഹക്കാരൻ്റെ അടുത്തിൽ നിന്നോ നമ്മൾക്കൊരു ഓട്ടുപാത്രം വാങ്ങിച്ചു എന്ന് കരുതുക. അത് നേരത്തെ തന്നെ ശുദ്ധിയുള്ളതാണ്, വെട്ടിത്തിളങ്ങുന്ന പാത്രമാണ്. എന്നാൽ വാങ്ങിച്ച ആൾ അതിനെ ഉപയോഗിക്കുകയോ അതിനെ ശുദ്ധിയാക്കുകയോ ചെയ്യുന്നില്ല, അതിനെ വൃത്തിയാക്കുകയോ ചെയ്യുന്നില്ല. അതിനു പകരം അതിനെ വൃത്തികെട്ട ഒരു സ്ഥലത്താണ് സൂക്ഷിക്കുന്നത് എന്ന് കരുതുക. സമയം കഴിയുമ്പോൾ ആ ഓട്ടുപാത്രത്തിൽ കൂടുതൽ ചളിപുരളില്ലേ? അത് കൂടുതൽ വൃത്തികേടാകില്ലേ? തീർച്ചയായിട്ടും മിത്രമേ. അതേപോലെ തന്നെയാണ് ഇക്കാര്യവും. അതായത് ആ വ്യക്തിയെപ്പറ്റി സങ്കല്പിക്കുക. ആ വ്യക്തിയുടെ മനസ്സിൽ കളങ്കമില്ല. പക്ഷേ കളങ്കമില്ല എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല. അതുമൂലം എന്നെങ്കിലും ആ വ്യക്തി തീർച്ചയായിട്ടും പുറത്തുള്ള ശുഭനിമിത്തത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുകയും അതുമൂലം അവൻ്റെ മനസ്സിൽ രാഗം ഉണ്ടാവുകയും ചെയ്യും. ശുഭനിമിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഗമുളവാക്കുന്ന പ്രിയ രൂപം, ഗന്ധം, സ്പർശം തുടങ്ങിയവയാണ്. അതുമൂലം ആ വ്യക്തി കറപുരണ്ട ഒരു മനസ്സോടുകൂടി രാഗ, ദ്വേഷ, മോഹ ദൂഷിതമായിട്ടുള്ള ഒരു മനസ്സോടുകൂടിയിട്ടായിരിക്കും മരിക്കുക. വീണ്ടും വീണ്ടും സൂത്രത്തിൽ രാഗ, ദ്വേഷ, മോഹങ്ങളെപ്പറ്റി പറയും. അപ്പോൾ എന്താണ് ഈ രാഗം, എന്താണ് ഈ ദ്വേഷം, എന്താണ് ഈ മോഹം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ ചിന്തകളെയും നമ്മൾ രാഗം എന്ന് പറയുന്നു. എനിക്കത് ഇഷ്ടമാണ്. ദ്വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ ചിന്തകളെയും നമ്മൾ ദ്വേഷം എന്ന് പറയുന്നു. എനിക്ക് അത് ഇഷ്ടമല്ല. ഇനി ആ രാഗദ്വേഷ ചിന്തകൾ തൻ്റേതാണ് എന്ന വിചാരം, അതിനെയാണ് മോഹം എന്ന് പറയുക. അതായത് നമ്മുടെ മനസ്സിൽ രാഗം ഉണരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു അത് എൻ്റെയാണെന്ന്. അത് മോഹമാണ്. ഇനി മറ്റൊരു വ്യക്തിയെക്കുറിച്ചിട്ട് ആലോചിക്കുക. ആ വ്യക്തിയുടെ മനസ്സിൽ കളങ്കമില്ല. എന്നാൽ കളങ്കമില്ല എന്ന് ആ വ്യക്തി ശരിക്കും മനസ്സിലാക്കുന്നു. അതുമൂലം ആ വ്യക്തി ഒരിക്കലും ശുഭനിമിത്തത്തിൽ ശ്രദ്ധിക്കില്ല. അതുമൂലം അവൻ്റെ മനസ്സ് രാഗദൂഷിതമാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. മനസ്സിൽ കളങ്കമില്ല എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുന്നു എങ്കിൽ അവൻ ബുദ്ധിയുള്ളവനാണ്, പ്രജ്ഞയുള്ളവനാണ്. അതുകൊണ്ടാണ് അവൻ ഒരിക്കലും ശുഭനിമിത്തത്തിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭഗവാൻ ഇന്ദ്രിയ സംവരണം, അതായത് ഇന്ദ്രിയ നിയന്ത്രണത്തിൽ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന്. ഇന്ന് സാധാരണ ഒരുപാട് സാധകരുണ്ട്. അവർ സാധാരണ സമയത്ത് ധ്യാനിക്കും. അതിനുശേഷം ബാക്കിയുള്ള സമയത്ത് അവർ ടി വിയിലും മൊബൈലിലും സീരിയലിലും അതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതുമൂലം അവർക്ക് ഒരിക്കലും ധ്യാനത്തിൽ പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എത്രത്തോളം നമ്മൾ രാഗം നീക്കം ചെയ്യുമോ അത്രത്തോളം നമ്മൾ ശുഭനിമിത്തത്തിൽ അല്ലെങ്കിൽ രാഗം തരുന്ന ആ വസ്തുക്കളിൽ അവർ ശ്രദ്ധിക്കുന്നു. ഇനിയുള്ള സൂത്രങ്ങളിലും നമ്മൾക്ക് ഇതേപോലെ ഇന്ദ്രിയ സംവരണം അല്ലെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണത്തിൻ്റെ ആവശ്യകത നമ്മൾക്ക് വ്യക്തമാകും. അതുകൊണ്ടാണ് ഭിക്ഷുക്കൾ വനങ്ങളിൽ പോയിട്ട്, വനങ്ങളിൽ പോയിട്ട് തപസ് ചെയ്യാൻ ഭഗവാൻ ബുദ്ധൻ ഉപദേശിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സ് നേരത്തെ തന്നെ ഒരുപാട് കളങ്കം ഉള്ളതാണ്. അതായത് ഒരു കലങ്ങിയ വെള്ളത്തെ പോലെയാണ്. അപ്പോൾ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നും ഈ രാഗ സംബന്ധമായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് അത് കൂടുതൽ കലങ്ങുന്നു. അത് കാരണം അത് ഒരിക്കലും സെറ്റിലാവുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ആ വെള്ളത്തെ നിശ്ചലമാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ വെള്ളം തെളിയുകയുള്ളൂ. പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ ഈ ശുഭനിമിത്തത്തെ നമ്മൾ സേവിക്കുകയാണെങ്കിൽ, അതായത് വീണ്ടും സുഖകരമായിട്ടുള്ള ദർശനം, സ്പർശനം, ഗന്ധം ഇവയിൽ തന്നെ നമ്മൾ ആസക്തരാകുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വീണ്ടും അതേപോലെ തന്നെ കലങ്ങിയതാവും. അപ്പോൾ നമ്മൾക്ക് സത്യം ഒരിക്കലും തിരിച്ച് അറിയാൻ സാധിക്കില്ല.
ഇക്കാര്യത്തെപ്പറ്റി നമ്മൾക്ക് പല സൂത്രങ്ങളിലും നമ്മൾ കാണാവുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എപ്പോഴും ഒരു സൂത്രം മാത്രം പഠിച്ച് ഭഗവാന്റെ ശിക്ഷണത്തിൽ വിശ്വസിക്കരുത്. മിക്ക സൂത്രങ്ങളും പഠിച്ചു നോക്കുക. അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുമൂലം ആ വ്യക്തി കളങ്കമില്ലാത്ത, കറപുരളാത്ത, രാഗദ്വേഷ മോഹ മൂഢിതമല്ലാത്ത ഒരു മനസ്സോടുകൂടി മരിക്കുന്നതാണ്. രാഗദ്വേഷ മോഹം ഇല്ലാതെ നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും സദ്ഗതിയായിട്ടായിരിക്കും ലഭിക്കുക. അതായത് ഉയർന്ന ഗതിയായിരിക്കും ലഭിക്കുക. അതായത് സ്വർഗ്ഗലോകം അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ പോയി ചേരുക. നമ്മുടെ ലക്ഷ്യം സ്വർഗമല്ല, മുക്തിയാണ് എന്നുള്ള കാര്യവും നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. നമ്മൾ ഇങ്ങനെ കരുതുക, ഒരു ഓട്ടുപാത്രം നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു ലോഹ നിർമ്മാതാവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നു. അത് നേരത്തെ തന്നെ ശുദ്ധമാണ്, വെട്ടിത്തിളങ്ങുന്നതാണ്. വാങ്ങിച്ചു കൊണ്ടുവന്ന ആൾ അതിനെ ഉപയോഗിക്കുന്നു, അതിനെ വൃത്തിയാക്കി വയ്ക്കുന്നു. അതിനെ ഒരിക്കലും വൃത്തികേടായിട്ടുള്ള ഒരു സ്ഥലത്ത് വയ്ക്കുന്നില്ല. അപ്പോൾ കുറേ ദിവസം കഴിയുന്ന സമയത്ത് ആ ഓട്ടുപാത്രം കൂടുതൽ തിളങ്ങില്ലേ, കൂടുതൽ വൃത്തിയുള്ളതാകില്ലേ? തീർച്ചയായിട്ടും മിത്രമേ, അതുപോലെ തന്നെയാണ് ഈ കാര്യവും. ഈ ഒരു വ്യക്തിക്ക് കളങ്കമില്ല. അതുകൂടാതെ ആ വ്യക്തി തന്നിൽ കളങ്കമില്ല എന്ന് അറിയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇങ്ങനെ വിശ്വസിക്കാം, ആ വ്യക്തി ഭാവിയിൽ ഒരിക്കലും ശുഭനിമിത്തത്തിൽ ശ്രദ്ധിക്കില്ല. അതുമൂലം അവൻ്റെ മനസ്സിൽ രാഗം പുരളില്ല. അതുമൂലം ആ വ്യക്തി കളങ്കമില്ലാത്ത, കറപുരളാത്ത, രാഗദ്വേഷ മോഹ മൂഢിതമല്ലാത്ത ഒരു മനസ്സോടുകൂടിയിട്ടായിരിക്കും മരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, മനസ്സിൽ കളങ്കമുള്ള 2 പേരിൽ ഒരാൾ മറ്റേക്കാളും ഹീനനാണ്, ഒരാൾ കുറച്ചുകൂടി നല്ലവനാണ് എന്ന് പറയാനുള്ള കാരണം, അതേപോലെ തന്നെ അതിൻ്റെ കാര്യവും ഇതാണ്. അതേപോലെ തന്നെ കളങ്കമില്ലാത്ത 2 പേരിൽ ഒരാൾ കുറച്ചുകൂടി നല്ലവൻ, ഒരാൾ ഹീനൻ എന്ന് പറയാൻ കാരണമായതിൻ്റെ കാര്യവും കാരണവും ഇതുതന്നെയാണ്. അപ്പോൾ സാരിപുത്രനോട് മഹാമോഗല്ലാനൻ ഇങ്ങനെ ചോദിച്ചു, മിത്രമേ, ഈ അങ്കണം എന്ന് വിളിക്കുന്നു. എന്താണ് ഈ അങ്കണം? ഇവിടെ അങ്കണം എന്നുള്ളത് കളങ്കത്തിൻ്റെ പാലി വാക്കാണ്. അനങ്കണസൂത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളങ്കമില്ലാത്തതിൻ്റെ സൂത്തം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ അങ്കണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്തിനെയാണത് സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ സാരിപുത്രൻ പറഞ്ഞു, പ്രിയമിത്രമേ, അങ്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപകങ്ങളായിട്ടുള്ള, അകുശലങ്ങളായിട്ടുള്ള ഇച്ഛ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, അതിനെയാണ് ഇവിടെ അങ്കണം എന്ന് പറയുന്നത്. ഇവിടെ പാപം, അതേപോലെ തന്നെ അകുശലം എന്നതിൻ്റെ എല്ലാ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ചിന്തയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഏതൊരു മനസ്സിൽ രാഗദ്വേഷ മോഹങ്ങളുടെ മൂലങ്ങൾ ഉണ്ടോ, അതായത് അതിൽ അധിഷ്ഠിതമാണോ, അതിനെയാണ് പാപം എന്ന് പറയുക. അതേപോലെ തന്നെ രാഗമില്ല, ദ്വേഷമില്ല, മോഹം ഇല്ല എങ്കിൽ അതിനെ കുശലചിത്തം എന്ന് പറയും. അതായത് പുണ്യകരമായിട്ടുള്ള ചിത്തം എന്ന് പറയും. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ സാരിപുത്തൻ വ്യക്തമാക്കുകയാണ്. അതായത് ഈ കാര്യങ്ങളെ ഒരു ഭിക്ഷുവിനോട് ഉപമിച്ചുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ഒരുപക്ഷെ ഇങ്ങനെ സംഭവിച്ചേക്കാം, ഒരു ഭിക്ഷു ഇങ്ങനെ ആഗ്രഹിക്കാം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ഭിക്ഷുക്കൾ അത് കണ്ടുപിടിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇങ്ങനെ സംഭവിക്കാം, ഈ ഭിക്ഷു തെറ്റ് ചെയ്തു എന്ന് മറ്റുള്ള ഭിക്ഷുക്കൾ കണ്ടുപിടിച്ചേക്കാം. മറ്റുള്ള ഭിക്ഷുക്കൾ താൻ ചെയ്ത തെറ്റ് കണ്ടുപിടിച്ചു എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഭിക്ഷുവിന് ദേഷ്യവും അതേപോലെ തന്നെ ക്രോധവും വന്നേക്കാം. ആ ദേഷ്യവും ആ അപ്രിയവും തന്നെ ആണ് അങ്കണം എന്ന് പറയുന്നത്. അതായത് ആ ദേഷ്യവും അപ്രിയകരമായിട്ടുള്ള ആ കാര്യവും തന്നെയാണ് കളങ്കം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ചില ഭിക്ഷുക്കൾ ഇങ്ങനെ ആഗ്രഹിക്കാം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷുക്കൾ എന്നെ സ്വകാര്യമായിട്ട് എന്നെ അതിനെപ്പറ്റി നിന്ദിക്കും.
ഒരിക്കലും മുഴുവൻ സംഘത്തിൻ്റെ മുന്നിൽ എന്നെ നിന്ദിക്കില്ല എന്ന് അവർ വിചാരിക്കും. എന്നാൽ അങ്ങനെ സംഭവിക്കാം, മുഴുവൻ സംഘത്തിൻ്റെ മുന്നിൽ തന്നെ ഭിക്ഷുക്കൾ ഈ ഭിക്ഷുവിനെ കുറ്റം പറഞ്ഞു എന്ന് വരാം. സംഘമധ്യത്തിൽ എന്നെ അപമാനിച്ചു എന്ന് ഓർത്ത് ആ ഭിക്ഷുവിന് ക്രോധം വരാം, അതേപോലെ തന്നെ ചിത്തത്തിൽ കഠോരത വരാം. അതിനെ തന്നെയാണ് ഇവിടെ അങ്കണം അല്ലെങ്കിൽ കളങ്കം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ചില ഭിക്ഷുക്കൾ ഇങ്ങനെ വിചാരിച്ചേക്കാം, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ശത്രുക്കൾ എന്നെ അതിനെപ്പറ്റി വിമർശിച്ചോട്ടെ, പക്ഷേ ഒരിക്കലും മിത്രങ്ങൾ എന്നെ അതിനെപ്പറ്റി വിമർശിക്കരുത്. എന്നാൽ ശത്രുവല്ലാത്ത ഒരു മിത്രം തന്നെ ആ ഭിക്ഷുവിനെ വിമർശിക്കാം. മിത്രം തന്നെ വിമർശിച്ചു എന്ന് ഓർത്ത് ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രോധവും അതേപോലെ തന്നെ കഠോരതയും ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് അങ്കണം അല്ലെങ്കിൽ കളങ്കം. ഒരു പക്ഷേ ചില ഭിക്ഷുക്കൾ ഇങ്ങനെ ആഗ്രഹിക്കാം, ശാസ്താവ് അല്ലെങ്കിൽ ഗുരു എന്നെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റുള്ള ഭിക്ഷുക്കൾക്ക് ധർമ്മം ഉപദേശിച്ചു കൊടുക്കണം, മറ്റൊരു ഭിക്ഷുവിനെയും ചോദ്യം ചെയ്ത് മറ്റുള്ളവർക്ക് ധർമ്മം ഉപദേശിച്ചു കൊടുക്കരുത് എന്ന് ഒരു ഭിക്ഷു വിചാരിച്ചേക്കാം. എന്നാൽ ഇങ്ങനെ സംഭവിക്കാം, ശാസ്താവ് അല്ലെങ്കിൽ ഗുരു മറ്റൊരു ഭിക്ഷുവിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും ധർമ്മം പഠിപ്പിക്കുക. എന്നെ ചോദ്യം ചെയ്ത് ധർമ്മം പഠിപ്പിച്ചില്ല എന്ന് ഓർത്ത് ഈ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ദേഷ്യവും അതേപോലെ തന്നെ കടുതയും കഠോരതയും ഉണ്ടാകും. അതിന് തന്നെയാണ് അങ്കണം അല്ലെങ്കിൽ മനസ്സിൻ്റെ കളങ്കം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒരു ഭിക്ഷുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉള്ള ഒരു വിചാരം വരാം, നമ്മൾ ഗ്രാമത്തിൽ ഭിക്ഷാടനത്തിന് പോകുന്ന സമയത്ത് എല്ലാ ഭിക്ഷുക്കളുടെയും മുന്നിൽ ഞാൻ തന്നെ ആയിരിക്കണം, മറ്റൊരു ഭിക്ഷുവും മുന്നിൽ നിൽക്കരുത് എന്ന് ആഗ്രഹിക്കാം. എന്നാൽ ഇങ്ങനെ സംഭവിക്കാം, ഗ്രാമത്തിൽ ഭിക്ഷാടനത്തിന് പോകുമ്പോൾ മറ്റൊരു ഭിക്ഷുവിനെ ആയിരിക്കും മുന്നിൽ നിർത്തുക. അതുമൂലം ഈ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രോധവും കഠോരതയും ഉണ്ടാകുന്നു. ഇതിനെ തന്നെയാണ് അങ്കണം അല്ലെങ്കിൽ കളങ്കം എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില ഭിക്ഷുക്കൾ ഇങ്ങനെ വിചാരിക്കാം, സംഘദാനം നടക്കുന്ന സമയത്ത് എനിക്ക് തന്നെയാണ് ഏറ്റവും നല്ല സീറ്റ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഇരിപ്പിടം കിട്ടേണ്ടത്, ഏറ്റവും നല്ല പാനീയം എനിക്ക് തന്നെയാണ് കിട്ടേണ്ടത്, ഏറ്റവും നല്ല ഭിക്ഷാന്നവും എനിക്ക് തന്നെയാണ്, മറ്റൊരു ഭിക്ഷുവിനും അത് കിട്ടരുത് എന്ന് ഒരു ഭിക്ഷു കരുതാം. ഇവിടെ സംഘദാനം എന്ന് പറയുന്ന സമയത്ത് ഭിക്ഷുക്കൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഉപാസകന്മാർ അല്ലെങ്കിൽ അവരുടെ ഭക്തന്മാർ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ദാനം ചെയ്യുന്ന ആ പ്രവൃത്തിയാണ് സംഘദാനം എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ സംഭവിക്കാം, മറ്റൊരു ഭിക്ഷുവിനായിരിക്കും ഏറ്റവും നല്ല ഇരിപ്പിടം കിട്ടുന്നത്, ഏറ്റവും നല്ല പാനീയം, ഏറ്റവും നല്ല ഭിക്ഷാന്നം ആ സംഘദാനത്തിൽ ലഭിക്കുന്നത്. അതുമൂലം ഈ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രോധവും കഠോരതയും ഉണരുന്നു. ഇതിനെ തന്നെയാണ് അങ്കണം അല്ലെങ്കിൽ കളങ്കം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഭിക്ഷു ഇങ്ങനെ കരുതാം, സംഘദാനത്തിൽ ഭോജനദാനത്തിന് ശേഷം എനിക്ക് തന്നെയായിരിക്കണം പുണ്യാനുമോദനം ചെല്ലാനുള്ള അവസരം ലഭിക്കേണ്ടത്, മറ്റൊരു ഭിക്ഷുവിനും അത് ലഭിക്കരുത് എന്ന് ആ ഭിക്ഷു കരുതാം. അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ ഭിക്ഷുക്കളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹ പ്രഭാഷണം എനിക്ക് തന്നെ കിട്ടണം എന്ന് ചില ഭിക്ഷുക്കൾ ആഗ്രഹിക്കാം, മറ്റൊരു ഭിക്ഷുവിനും കിട്ടരുത് എന്ന് അവർ ആഗ്രഹിക്കാം. എന്നാൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും സംഭവിക്കുക, സംഘദാനത്തിന് ശേഷം മറ്റൊരു ഭിക്ഷുവിനായിരിക്കും ആ അവസരം ലഭിക്കുക. അതുമൂലം ഈ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രോധവും കഠോരതയും ഉണ്ടാകുന്നു. ഇതിനെ തന്നെയാണ് അങ്കണം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഭിക്ഷുവിന് ഇങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടാകും, ആശ്രമത്തിൽ ഭിക്ഷുക്കൾക്കും ഭിക്ഷുണികൾക്കും ഉപാസകന്മാർക്കും ഉപാസികമാർക്കും ധർമ്മം ഉപദേശിക്കാനുള്ള അവസരം എനിക്ക് തന്നെ ലഭിക്കണം, മറ്റൊരു ഭിക്ഷുവിനും അത് ലഭിക്കരുത് എന്ന് ഒരു ഭിക്ഷു ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. പക്ഷേ മറ്റൊരു ഭിക്ഷുവിനായിരിക്കും ആ അവസരം ലഭിക്കുക. അതുമൂലം ഈ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രോധവും കഠോരതയും ഉണ്ടാകുന്നു. ഇതിനെ തന്നെയാണ് അങ്കണം അല്ലെങ്കിൽ കളങ്കം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഭിക്ഷു ഇങ്ങനെ ആഗ്രഹിക്കാം, എല്ലാ ഭിക്ഷുക്കളും ഭിക്ഷുണികളും ഉപാസകന്മാരും ഉപാസികമാരും എന്നെ തന്നെയാണ് ആദരിക്കേണ്ടത്, എന്നെ തന്നെയാണ് വണങ്ങേണ്ടത്, എന്നെ തന്നെയാണ് സത്കരിക്കേണ്ടത്.
മറ്റൊരു ഭിക്ഷുവിനെയും ആദരിക്കുകയോ വണങ്ങുകയോ സത്കരിക്കുകയോ ചെയ്യരുത്. എന്നാൽ ഭിക്ഷുക്കളും ഭിക്ഷുണികളും ഉപാസകന്മാരും ഉപാസികമാരും മറ്റൊരു ഭിക്ഷുവിനെ ആയിരിക്കും ആദരിക്കുകയും വന്ദിക്കുകയും വണങ്ങുകയും സത്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുമൂലം ഈ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രോധവും കഠോരതയും ഉണ്ടാകുന്നു. ഇതിനെയാണ് അങ്കണം അല്ലെങ്കിൽ കളങ്കം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ചില ഭിക്ഷുക്കൾ മനസ്സിൽ ഇങ്ങനെ കരുതാം, എനിക്കായിരിക്കണം ഏറ്റവും നല്ല ചീവരം, അതായത് ഭിക്ഷുക്കൾ ഉടുക്കുന്ന വസ്ത്രം, അതേപോലെ തന്നെ ഭിക്ഷാന്നം, താമസ സ്ഥലം, മരുന്നുകൾ, അതേപോലെ തന്നെ രോഗിക്കുള്ള ആവശ്യകതകൾ എന്നിവ എനിക്ക് തന്നെയായിരിക്കണം ലഭിക്കേണ്ടത്, മറ്റൊരു ഭിക്ഷുവിനും ലഭിക്കരുത് എന്ന് ഒരു ഭിക്ഷു കരുതാം. എന്നാൽ യഥാർത്ഥത്തിൽ മറ്റൊരു ഭിക്ഷുവിനായിരിക്കും ഏറ്റവും നല്ല ചീവരം, അതേപോലെ തന്നെ ഭിക്ഷാന്നം, താമസ സ്ഥലം, അതേപോലെ തന്നെ മരുന്ന്, രോഗികൾക്കുള്ള മറ്റു സാധനങ്ങൾ ലഭിക്കുന്നത് വേറൊരു ഭിക്ഷുവിനായിരിക്കും. അപ്പോൾ ഇത് കണ്ട് ഈ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രോധവും കഠോരതയും ഉണ്ടാകും. ഇതിനെ തന്നെയാണ് അങ്കണം അല്ലെങ്കിൽ കളങ്കം എന്ന് പറയുന്നത്. മിത്രമേ, ഇവിടെ അങ്കണം എന്ന വാക്കിൻ്റെ അർത്ഥം പാപകരമായിട്ടുള്ള അകുശലകരമായിട്ടുള്ള ഇച്ഛാവിചാരങ്ങളെയാണ് ഇവിടെ അങ്കണം അല്ലെങ്കിൽ കളങ്കം എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള പാപങ്ങളായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ ഏതൊരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഏതൊരു ഭിക്ഷുവിൽ ഉണ്ടോ അവൻ ആ കളങ്കങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവർ കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ആ ഭിക്ഷു വനത്തിൽ ജീവിക്കുകയാണെങ്കിലും നിർജ്ജന സ്ഥലത്ത് ജീവിക്കുകയാണെങ്കിലും ഭിക്ഷാന്നം മാത്രം എടുത്ത് ആ ഭിക്ഷു കഴിയുകയാണെങ്കിലും, ഭിക്ഷാന്നത്തിൽ മാത്രം ആ ഭിക്ഷു ജീവിക്കുകയാണെങ്കിലും, കഠിനമായിട്ടുള്ള ചീവരം ധരിക്കുകയാണെങ്കിലും, തുന്നിക്കൂട്ടിയിട്ടുള്ള ചീവരം ധരിക്കുകയാണെങ്കിലും, ആ ഭിക്ഷുവിൻ്റെ ആധ്യാത്മിക മിത്രങ്ങൾ ആ ഭിക്ഷുവിനെ ഒരിക്കലും വന്ദിക്കുകയോ പൂജിക്കുകയോ ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുകയില്ല. അതായത് ഇത്തരം അകുശല ചിന്തകൾ ഉള്ള ഒരു വ്യക്തി എത്ര തന്നെ വലിയ തപസ്വിയാണെങ്കിലും, ഭിക്ഷാന്നം മാത്രം എടുത്ത് കാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവരുടെ ആധ്യാത്മിക മിത്രങ്ങൾ അവരെ ബഹുമാനിക്കുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ ഈ തരത്തിലുള്ള അകുശലങ്ങളായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള ചിന്തകൾ ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഈ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ഉള്ള ഈ അകുശലങ്ങളായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള ചിന്തകളെ ഈ ഭിക്ഷു ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ്. ഒരു ഓട്ടുപാത്രം ഒരു കടയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലോഹക്കാരൻ്റെ അടുത്തിൽ നിന്നോ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അത് നേരത്തെ തന്നെ വൃത്തിയുള്ളതാണ്, തിളങ്ങുന്നതാണ്. ആ പാത്രത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉടമസ്ഥൻ ഒരു ചത്ത പാമ്പിൻ്റെ അല്ലെങ്കിൽ ചത്ത നായിൻ്റെ അല്ലെങ്കിൽ മരിച്ച ഒരു മനുഷ്യൻ്റെ ശവശരീരം അതിൽ ഇട്ടതിന് ശേഷം, അതിനെ മൂടി കൊണ്ട് അടച്ചതിന് ശേഷം അതിനെ ഒരു കച്ചവട സ്ഥലത്തുകൂടി ചുമന്നു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആൾക്കാർ അതിനെ കാണും. എന്നിട്ട് അവനോട് ഇങ്ങനെ ചോദിക്കും, മാന്യനായിട്ടുള്ള താങ്കൾ എന്ത് നിധിയാണ് ഈ പാത്രത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നവർ ചോദിക്കും. അപ്പോൾ ഈ വ്യക്തി അതിലെ അടപ്പ് തുറന്ന് കാണിക്കും. അപ്പോൾ ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കും. എന്നാൽ അതിനുള്ളിൽ നോക്കിയ ഉടനെ അവരുടെ മനസ്സിൽ അറപ്പും വെറുപ്പും അതേപോലെ തന്നെ അനിഷ്ടവും നിറയുന്നതാണ്. വിശക്കുന്നവർ പോലും അതിനെ കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയാണോ വിശപ്പില്ലാത്തവർ? അതുപോലെ തന്നെയാണ് ഈ അകുശലങ്ങളായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ ഏതൊരു ഭിക്ഷു വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് കാണുന്നുവോ ആ ഭിക്ഷുവിനെ മറ്റു ഭിക്ഷുക്കൾ ഒരിക്കലും ബഹുമാനിക്കുകയോ ആദരിക്കുകയോ പൂജിക്കുകയോ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഇത്തരം അകുശലങ്ങളായിട്ടുള്ള പാപകരമായിട്ടുള്ള ചിന്തകൾ ആ ഭിക്ഷു ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അവർ കാണുന്നു, അതേപോലെ തന്നെ കേൾക്കുന്നു. ഇനി ഇത്തരം പാപങ്ങളായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ചിന്തകൾ ആ ഭിക്ഷു ഉപേക്ഷിച്ചു എന്ന് മറ്റുള്ളവർ കാണുന്നു, കേൾക്കുന്നു എന്ന് കരുതുക. ഇനി ആ ഭിക്ഷു ഒരു ഗ്രാമത്തിൽ താമസിക്കുകയാണെങ്കിലും മറ്റുള്ളവരുടെ ക്ഷണം സ്വീകരിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഉപാസകന്മാർ കൊടുത്തുള്ള നല്ല വസ്ത്രം ധരിക്കുകയാണെങ്കിലും
ആ ഭിക്ഷുവിൻ്റെ ആധ്യാത്മിക മിത്രങ്ങൾ ആ ഭിക്ഷുവിനെ പൂജിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും എല്ലാം ചെയ്യും. അതായത് മനസ്സിൽ അകുശലങ്ങളായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള ചിന്തകൾ ഉള്ള ഒരു വ്യക്തിയെ എത്ര തപസ്വിയാണെങ്കിലും മറ്റുള്ള മിത്രങ്ങൾ ഒരിക്കലും ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ മനസ്സിൽ അകുശലങ്ങളായിട്ടുള്ള ചിന്തകൾ, പാപചിന്തകൾ ഇല്ലാത്ത ഒരു വ്യക്തി അത്ര തന്നെ തപസ്വി അല്ലെങ്കിൽ കൂടി മറ്റുള്ള ഭിക്ഷുക്കൾ ആ ഭിക്ഷുവിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഈ ഭിക്ഷു അത്തരം പാപകരമായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ചിന്തകളെ ഉപേക്ഷിച്ചു എന്ന് മറ്റുള്ളവർ കാണുന്നു, അതേപോലെ തന്നെ കേൾക്കുന്നു. ഇങ്ങനെ കരുതുക, ഒരു ഓടിൻ്റെ പാത്രം ഒരു കടയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലോഹക്കാരൻ്റെ അടുത്തിൽ നിന്നോ വാങ്ങിച്ചു എന്ന് കരുതുക. അത് നേരത്തെ തന്നെ വൃത്തിയുള്ളതാണ്, തിളങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അതിൽ നല്ല തൂവെള്ള ചോറും അതേപോലെ തന്നെ നല്ല കറികളും അതേപോലെ തന്നെ രസങ്ങളും അതിൽ നിറച്ച് അതിനെ ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഒരു മാർക്കറ്റ് പ്ലേസിലൂടെ അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥലത്തിലൂടെ നടന്നു പോവുകയാണ് എന്ന് കരുതുക. അതിൽ നിറയെ കറികളും അതേപോലെ തന്നെ നല്ല ചോറും ഉണ്ട്. അപ്പോൾ ആൾക്കാർ കാണുന്ന സമയത്ത് അവർ പറയും, മാന്യനായിട്ടുള്ള വ്യക്തി, താങ്കൾ എന്താണ് ഇത്ര നിധി പോലെ ഇതിൽ കൊണ്ടു നടക്കുന്നത്? അപ്പോൾ ആൾക്കാർ വരും, ഈ വ്യക്തി അടപ്പ് തുറന്ന് ഇതിൽ ഉള്ള കാര്യങ്ങളെ ആൾക്കാരെ കാണിക്കും. അപ്പോൾ അതിലുള്ള ഈ നല്ല ഭക്ഷ്യവസ്തുക്കളെ കണ്ട ഉടനെ അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ നിറയും, അതേപോലെ തന്നെ അതിനോട് അവർക്ക് ആകർഷണം തോന്നും, അത് ആസ്വദിക്കാനുള്ള മനസ്സ് അവരിൽ ഉണ്ടാകും. വയറ് നിറഞ്ഞിരിക്കുന്നവർ പോലും അത് കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കും. പിന്നെ വിശന്നിരിക്കുന്നവരുടെ കാര്യം പറയാനുണ്ടോ? അതുപോലെ തന്നെ ഈ അകുശലങ്ങളായിട്ടുള്ള അതേപോലെ തന്നെ പാപങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ ഏതൊരു ഭിക്ഷുവിൽ ഇല്ലയോ ആ ഭിക്ഷുവിനെ ആ ഭിക്ഷുവിൻ്റെ മിത്രങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, പൂജിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഇത്തരം അകുശലങ്ങളായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളെ ഈ ഭിക്ഷു ഉപേക്ഷിച്ചു എന്ന് അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. സാരിപുത്തൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാമൊഗ്ഗലാനൻ സാരിപുത്തനോട് ഇങ്ങനെ പറഞ്ഞു, മിത്രമേ സാരിപുത്ത, എൻ്റെ മനസ്സിൽ ഒരു ഉപമ വന്നു. അപ്പോൾ സാരിപുത്രൻ പറഞ്ഞു, പറഞ്ഞാലും മിത്രമേ, ഞാൻ ഒരിക്കൽ ഈ രാജഗൃഹത്തിൽ ഇവിടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ വസ്ത്രമെല്ലാം ധരിച്ചതിന് ശേഷം എൻ്റെ പാത്രവും ചീവരവും എടുത്തുകൊണ്ട് ഞാൻ രാജഗൃഹത്തിൽ ഭിക്ഷാടനത്തിനിറങ്ങി. ആ സമയത്ത് സമീതി എന്ന തേരാളി തൻ്റെ തേരിൻ്റെ ചക്രങ്ങളുടെ വളവുകൾ എല്ലാം നേരെയാക്കുകയായിരുന്നു. അപ്പോൾ പാണ്ഡുപുത്തൻ എന്ന നഗ്നസന്യാസി അവിടെ നിൽക്കുകയായിരുന്നു. ആ നഗ്നസന്യാസിയും പണ്ട് ഒരു തേരാളിയായിരുന്നു. അപ്പോൾ ആ നഗ്നസന്യാസിയുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്ത വന്നു, സമീതി എന്ന ഈ തേരാളി ആ തേരിൻ്റെ ചക്രത്തിൻ്റെ വളവുകളും അതേപോലെ തന്നെ അതിലുള്ള പ്രശ്നങ്ങളും എല്ലാം നേരെയാക്കി അതിൻ്റെ വളവും പ്രശ്നവും എല്ലാം തീർത്തതിന് ശേഷം ശരിയായിട്ട് ആ രഥത്തിൽ ഉറപ്പിക്കണം. അപ്പോൾ പാണ്ഡുപുത്തൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ സമീതി എന്ന രഥക്കാരൻ ആ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ വളവുകളും പ്രശ്നങ്ങളും എല്ലാം തന്നെ പരിഹരിച്ചു. അപ്പോൾ പാണ്ഡുപുത്തൻ തൻ്റെ സന്തോഷം ഇങ്ങനെ പ്രകടിപ്പിച്ചു, എൻ്റെ ഹൃദയത്തെ ഹൃദയത്താൽ അറിഞ്ഞുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ശ്രദ്ധയില്ലാത്ത ചില വ്യക്തികൾ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസ്യ ജീവിതം തുടങ്ങി. അത് ശ്രദ്ധ കൊണ്ടൊന്നുമല്ല, ഉപജീവനത്തിലുള്ള ഒരു മാർഗമായിട്ടാണ് അവർ കണ്ടത്. അവർ മായാവികളാണ്, വഞ്ചിക്കുന്നവരാണ്, കപടരാണ്, ഒളിഞ്ഞു കളിക്കുന്നവരാണ്. അവർ ഇരിക്കപ്പുറതിയില്ലാത്തവരാണ്, അതേപോലെ തന്നെ ചാഞ്ചല്യമുള്ളവരാണ്, ഇളക്കമുള്ളവരാണ്. നാവിൻ്റെ മേൽ അവർക്ക് ഒട്ടും തന്നെ നിയന്ത്രണമില്ല. അവർക്ക് ഇന്ദ്രിയങ്ങളുടെ മേൽ ഒട്ടും തന്നെ നിയന്ത്രണമില്ല. അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്തും നിയന്ത്രണമില്ല.
അതുകൂടാതെ അവർ ജാഗ്രതയും പാലിക്കുന്നില്ല. അവർ ഭിക്ഷു ജീവിതത്തിൽ ഒട്ടും തന്നെ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. അതുകൂടാതെ അതിലെ അഭ്യാസത്തിലും അവർക്ക് ശ്രദ്ധയുമില്ല. അവർ അലസരാണ്, ആലസ്യമുള്ളവരാണ്, നിയമങ്ങൾ തെറ്റിക്കുന്നതിൽ മുൻപിലാണ്. ഒറ്റയ്ക്കിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സമാധി ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സതീ സമ്പജന്യം ഒട്ടും തന്നെ ഇല്ല. സമാധിയുമില്ല. അവരുടെ മനസ്സ് എപ്പോഴും അലഞ്ഞു തിരിയുന്നതാണ്. പ്രജ്ഞയില്ലാത്തവരാണ്, മൂഢരാണ്. അവരുടെ ഈ പ്രശ്നങ്ങളെ സാരിപുത്തൻ നേരെയാക്കാനാണ് ഈ ധർമ്മം ഉപദേശിച്ചത്. എൻ്റെ ഹൃദയം കൊണ്ട് അറിഞ്ഞതുപോലെയാണ് സാരിപുത്തൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് മഹാമൊഗല്ലാനും സാരിപുത്രൻ പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സാരിപുത്തൻ എന്ന് പറയുന്നത് ബുദ്ധൻ്റെ വലങ്കൈയാണ്. അതേപോലെ തന്നെ മഹാമൊഗല്ലാൻ എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ഇടങ്കൈയാണ്. അതായത് ഏറ്റവും ഉയർന്ന 2 ശിഷ്യന്മാരാണ്. അല്പം മുൻപ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, ഇന്ദ്രിയ സംവരം, അതായത് ഇന്ദ്രിയങ്ങളെ സംയമിക്കൽ. 2, ജാഗ്രത, അതായത് എല്ലാ സമയത്തും നമ്മൾ ജാഗ്രത ഉള്ളവരായിരിക്കണം. അതായത് ശരീരത്തിലും മനസ്സിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് സദാസമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്പിരിച്വൽ പാത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ചില വ്യക്തികളും ഉണ്ട്. അവർ കുടുംബജീവിതത്തിൽ നിന്ന് സന്യാസി ആയത് ശ്രദ്ധ മൂലമാണ്. അവർ മായാവിയല്ല, ഒളിഞ്ഞു കളിക്കുന്നവരല്ല, വഞ്ചകരല്ല. അവർക്ക് ഇരിക്കപ്പുറതിയില്ലായ്മ ഇല്ല. അതേപോലെ തന്നെ അവർ സ്ഥിരചിത്തരാണ്, നാവിൻ്റെ മേൽ നിയന്ത്രണമുണ്ട്, അചഞ്ചലരാണ്. അവർ അവരുടെ ഇന്ദ്രിയങ്ങളെ എപ്പോഴും സംരക്ഷിക്കുന്നു. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിൽ അവർക്ക് നിയന്ത്രണമുണ്ട്. അവർ എപ്പോഴും ജാഗരികോ അല്ലെങ്കിൽ ജാഗ്രത പുലർത്തുന്നു. അവർ ഭിക്ഷു ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നു. അതുകൂടാതെ അതിൻ്റെ പ്രശിക്ഷണത്തിലും ശ്രദ്ധിക്കുന്നു. അവർ സുഖലോലുപരല്ല, അതുകൂടാതെ ആലസ്യം ഉള്ളവരല്ല, നിയമങ്ങൾ തെറ്റുന്നതിൽ മുൻപിലല്ല, ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർ വീര്യമുള്ളവരാണ്, ദൃഢനിശ്ചയമുള്ളവരാണ്, സതി സമ്പജന്യം ഉള്ളവരാണ്. അവർ ഈ ശിക്ഷണം സാരിപുത്രത്തിൽ നിന്ന് എടുത്തതിന് ശേഷം അവർ അതിനെ ഗ്രഹിക്കുന്നു. അവർ സംസാരത്തിലും ചിന്തയിലും ഇങ്ങനെയാണ് പറയുന്നത്. ഇക്കാര്യങ്ങൾ വളരെ നന്നായി. സാരിപുത്തൻ ഈ ഉപദേശം കൊടുത്തത് അകുശലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ ചെയ്യുന്ന ഭിക്ഷുവിനെ അതിൽ നിന്ന് മാറ്റി കുശലധർമ്മങ്ങൾ അല്ലെങ്കിൽ പുണ്യധർമ്മങ്ങളിൽ പ്രതിഷ്ഠിക്കാനാണ്. ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക. ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അവർ തരുണരാണ്, അതേപോലെ തന്നെ യുവാവാണ്, യുവതിയാണ്, അലങ്കാരത്തിൽ ഇഷ്ടമുള്ളവരാണ്. അവർ തല കുളിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് താമരപ്പൂ, അതേപോലെ തന്നെ മല്ലികപ്പൂ, മുല്ലപ്പൂ ഇവയെല്ലാം കൊടുത്തു. അവർ 2 കൈയും കൊണ്ട് അതിനെ സ്വീകരിച്ച്, ആ പൂക്കളെ സ്വീകരിച്ച് സ്വന്തം തലയിൽ ചൂടുന്നതാണ്. അതുപോലെ തന്നെ ഈ സത്പുരുഷന്മാർ, ഇവർ ശ്രദ്ധ കൊണ്ടാണ് അവർ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തത്. അവർക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളുമുണ്ട്. സതിയുണ്ട്, സമ്പജന്യമുണ്ട്, ദൃഢനിശ്ചയമുണ്ട്, വീര്യമുണ്ട്, ശ്രദ്ധയുണ്ട്, ഇന്ദ്രിയ സംയമമുണ്ട്. അവർ തീർച്ചയായിട്ടും ഈ ഉപദേശങ്ങളെ അങ്ങനെ തന്നെ ഗ്രഹിക്കും. എന്നിട്ട് പറയും, വളരെ നന്നായി, നമ്മളുടെ ആധ്യാത്മിക മിത്രങ്ങൾ പാപകരമായിട്ടുള്ള ധർമ്മങ്ങളിൽ നടത്തുന്നവരെ അതിൽ നിന്നും മാറ്റി പുണ്യധർമ്മങ്ങളിൽ പ്രതിഷ്ഠിക്കാനാണ് സാരിപുത്തൻ ഈ ഉപദേശം കൊടുത്തത് എന്ന് പറയും. ഇപ്രകാരം ഈ മഹാന്മാരായിട്ടുള്ള 2 ആധ്യാത്മിക ആചാര്യന്മാരും പരസ്പരം സ്വന്തം ഭാഷണത്തെ അഭിനന്ദിച്ചു. ഈ സൂത്രം വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. ഇന്ന് നമ്മളിൽ പലരും ഈ കാര്യം അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പല ആൾക്കാരുണ്ട്,
അതായത് പക്ഷികളെയും മൃഗങ്ങളെയും കൊല്ലുന്നവർ. പക്ഷേ അവർ അറിയുന്നില്ല അത് പാപകരമായിട്ടുള്ള കാര്യമാണ്, മനസ്സിൽ എൻ്റെ കളങ്കമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അറിയുന്നില്ല. അതിനാൽ അവർ ഹീനന്മാരാണ് എന്നാണ് പറയുന്നത്. അവരുടെ മരണശേഷം അവർ ഒരിക്കലും സദ്ഗതി പ്രാപിക്കില്ല. കാരണം അവരുടെ മനസ്സിൽ രാഗ, ദ്വേഷ, മോഹങ്ങൾ ഉണ്ട്. എന്നാൽ മറ്റൊരു വ്യക്തി തൻ്റെ ഉള്ളിൽ കളങ്കമുണ്ട് എന്ന് അറിയുകയാണ് എങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം സദ്ധമ്മം എന്താണ് എന്ന് അറിയണം, ശരിയായിട്ടുള്ള ധർമ്മം എന്താണെന്ന് അറിയണം. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ദുഷ്കർമ്മത്തിൽ തന്നെ വ്യാപരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറുകയാണെന്ന്. പക്ഷേ ശരിയായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? സദ്ധർമ്മം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ധർമ്മം നമ്മൾക്ക് അറിയുന്നില്ല. അതിനാലാണ് ബുദ്ധൻ സദ്ധർമ്മം പ്രവചിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതിനെ ഷെയർ ചെയ്യുക. ഇത്തരം കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കാണാവുന്നതാണ്. ഇനി നമ്മൾക്ക് അല്പനേരം പുണ്യവിതരണം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖവിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വ ജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖം, സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും, അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.